ബൈക്കോ നഷ്ടമില്ലാത്ത വിലയിൽ വിൽക്കാൻ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. മൂന്നാമതൊരാളെ ഇടപെടുത്താതെ വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിലുള്ള ഇടപാടാവുമ്പോൾ രണ്ടു കൂട്ടർക്കും വലിയ നഷ്ടങ്ങളില്ലാതെ തീരാനും സാധ്യതയുണ്ട്. ഉപയോഗിച്ച് വാഹനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പണമിടപാടുകൾ കൊണ്ട് മാത്രം തീരില്ലെന്നതാണ് വസ്തുത. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്നയാളുടെ പേരിലേക്ക് മാറ്റുന്നതോടെ മാത്രമേ കൈമാറ്റം പൂർണ്ണമാവുകയുള്ളൂ. വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം എങ്ങനെ മാറ്റാം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. വാഹനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും മാത്രമല്ല, വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വേറെയുമുണ്ട്. വാഹനോടമയുടെ മരണത്തെ തുടർന്ന് ഉടമസ്ഥാവകാശം മാറ്റേണ്ടി വരും. കുടുംബത്തിലെ അംഗങ്ങൾക്കാണെങ്കിൽ പോലും വാഹനം സമ്മാനമായി നൽകിയാലും ഉടമസ്ഥാവകാശം മാറ്റേണ്ടതാണ്. മറ്റൊരു സംസ്ഥാനത്തേക്ക് താമസം മാറിയാലും ഏതെങ്കിലും വാഹനം ലേലത്തിൽ സ്വന്തമാക്കിയാലും ഉടമസ്ഥാവകാശം രേഖയിലാക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ രേഖകളാണ് വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് വേണ്ടതെന്ന് നോക്കാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം 29, അതായത് ഉടമസ്ഥാവകാശം മാറ്റുന്ന കാര്യം RTOയെ അറിയിക്കുന്നതിന്. ഫോം 30 ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് നൽകുന്ന ഔദ്യോഗിക അപേക്ഷയായിട്ട്. ഇൻഷുറൻസ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് വാഹനം വിൽക്കുന്നയാൾ നൽകേണ്ട രേഖകൾ. വാങ്ങുന്നയാളുടെ ഐഡന്റിറ്റി പ്രൂഫും, അതായത് ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട്, മേൽവിലാസം തെളിയിക്കുന്ന രേഖയും പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും ആവശ്യമുണ്ട്. ഇതിനു പുറമെ സെയിൽസ് എഗ്രിമെന്റും, വാഹനത്തിന് വായ്പയുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും NOC സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇനി മറ്റൊരു സംസ്ഥാനത്തിലേക്കാണ് വാഹനം മാറ്റുന്നതെങ്കിൽ RTO ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണ്ടിവരും. ഉടമയുടെ മരണത്തെ തുടർന്നാണ് ഉടമസ്ഥാവകാശം മാറ്റുന്നതെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് എന്നിവയും ആവശ്യമാണ്. സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തുക എന്നതിന് സർക്കാർ ഓഫീസുകളിൽ നീണ്ട വരിയിൽ നിൽക്കേണ്ടി വരിക എന്ന തലവേദന ഒഴിവാക്കാനാണ് ഭൂരിഭാഗവും മൂന്നാം കക്ഷികളെ സമീപിക്കുന്നത്. എന്നാൽ കൃത്യമായ രേഖകൾ സഹിതം ഓൺലൈൻ വഴിയും വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ അപേക്ഷിക്കാവുന്നതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് പരിവാഹൻ.government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ്. ഓൺലൈൻ സർവീസസിലെ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം നിങ്ങളുടെ സംസ്ഥാനവും ഏത് RTOയ്ക്ക് കീഴിലാണ് വരുന്നതെന്നും തിരഞ്ഞെടുക്കണം. പിന്നീട് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ക്ലിക്ക് ചെയ്യാം. വാഹനത്തിന്റെ വിശദാംശങ്ങളും RC നമ്പറും വാങ്ങുന്നയാളുടെ വിവരങ്ങളും പൂരിപ്പിച്ച് നൽകണം. RC, ഇൻഷുറൻസ്, POC, ID പ്രൂഫുകൾ എന്നിവയുടെ സ്കാൻ ചെയ്ത പകർപ്പുകളും അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം RTO ട്രാൻസ്ഫർ ഫീ ഓൺലൈനായി തന്നെ അടയ്ക്കാവുന്നതാണ്. ഫീസ് അടച്ചതിന്റെ രേഖ ഡൗൺലോഡ് ചെയ്യാം. ഓൺലൈനിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം RTOയിൽ രേഖകൾ പരിശോധിക്കുന്നതിനും ബയോമെട്രിക് വിവരങ്ങളുടെ പരിശോധനയ്ക്കും പോവേണ്ടി വരും. അതിനുശേഷം വാങ്ങുന്നയാളുടെ പേരിലേക്ക് വാഹനത്തിന്റെ RC പുതുക്കി നൽകുന്നതാണ്. വാഹനത്തിന്റെ കാലപ്പഴക്കം, എഞ്ചിന്റെ വലിപ്പം, സംസ്ഥാനങ്ങളിലെ പ്രത്യേകതകൾ എന്നിവയ്ക്കനുസരിച്ച് ഫീസിൽ മാറ്റങ്ങൾ വരാം. ഉടമസ്ഥാവകാശം മാറ്റാതെ വാഹനം എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അപകടത്തിൽപ്പെട്ടാലും നിയമപരമായ ഉത്തരവാദിത്തം വിറ്റയാൾക്കായിരിക്കും. ഇനി RCയിലെ പേര് മാറ്റിയില്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം വാങ്ങുന്ന ആൾക്കും ലഭിക്കില്ല. പിന്നീട് വാഹനം വിൽക്കാൻ നോക്കിയാൽ പേര് മാറ്റിയില്ലെങ്കിൽ അതും നടപ്പുള്ള കാര്യമാവില്ല. വാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ ഉടമയുടെ പേര് മാറ്റുന്നത് നിയമപരമായി നിർബന്ധമായുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്.